മലപ്പുറം മാദിൻ ഗ്രാൻഡ് മസ്ജിദിൽ നിന്ന് സമീർ ബിൻ കരീം കൂടി ചേരുന്നു. സമീർ, ഈദ് മുബാറക്, പറയൂ. ഈദ് മുബാറക് SKN. പെരുന്നാൾ സന്തോഷങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ഗ്രാൻഡ് മസ്ജിദിലാണ്. ഇവിടെ വിപുലമായ പെരുന്നാൾ നമസ്കാരമാണ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാനിരിക്കുന്നത്. അതിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വിശ്വാസികളൊക്കെ തന്നെ എത്തിക്കൊണ്ട് തക്ബീർ ധ്വനികൾ മുഴക്കുകയാണ്, പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയാണ്. നമുക്കറിയാം, ബലി പെരുന്നാൾ എന്നുള്ളത് അതിന് ഏറ്റവും പ്രത്യേകത ഈ ബലി കർമ്മം തന്നെയാണ്. ഈ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പള്ളികൾ കേന്ദ്രീകരിച്ചും മഹലുകൾ കേന്ദ്രീകരിച്ചും ബലി മൃഗങ്ങളെ അറുത്തുകൊണ്ട് അതിന്റെ ഭക്ഷണങ്ങൾ പാവപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും ഒക്കെ തന്നെ വിതരണം ചെയ്ത് ഒരു സമത്വത്തിന്റെയും പെരുന്നാൾ കൂടിയാണ് ബലി പെരുന്നാൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്ന പള്ളിയിൽ 7:30 നമസ്കാരം നടക്കുക. അതിനുശേഷമായിരിക്കും ഈ ബലി കർമ്മത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. പ്രധാനമായും ഈ പരസ്പരമുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, സൗഹൃദങ്ങൾ പുതുക്കുക, കുടുംബ വീടുകളിൽ സന്ദർശിക്കുക തുടങ്ങിയ വളരെ പ്രത്യേകതകളാണ് ഈ പെരുന്നാളിനുള്ളത് എന്നുള്ളത്. അപ്പോൾ പ്രമുഖ പണ്ഡിതൻ സോലി സഖാഫി നമ്മോടൊപ്പം ചേരുകയാണ്. ഒരു വിശ്വാസി എങ്ങനെയാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത്? ഒരു വിശ്വാസി ബലിപെരുന്നാളാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബലിപെരുന്നാൾ എന്ന് പറയുന്നത് തന്നെ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അതിൻ്റെ മന്ത്രധ്വനികളും അതിൻ്റെ സ്മരണകളും അയവിറക്കിക്കൊണ്ടാണ് ബലിപെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ജീവചരിത്രം, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, അത് ഒന്നുകൊണ്ട് മാത്രം അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ, യജമാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് ജീവിതത്തോട് ചേർത്ത് വെക്കുക എന്നുള്ളതാണ്. ഈ വലിയ പെരുന്നാൾ ഈ കാലഘട്ടത്തിൽ എല്ലാ നിലക്കും എല്ലാവർക്കും സ്നേഹവും സന്തോഷവും നൽകിക്കൊണ്ട് ആശ്രയനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പെരുന്നാളായി ആഘോഷിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. SKN. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണയിലാണ് ഈ ബലിപെരുന്നാൾ എന്നുള്ളത്. അദ്ദേഹത്തിന് പ്രവാചകൻ ദൈവത്തിൽ നിന്ന് ഒരു കൽപ്പന വരികയാണ്, തന്റെ മകനെ ബലി അർപ്പിക്കണമെന്നുള്ളതായിരുന്നു. അതിന് അദ്ദേഹം തയ്യാറാവുകയും പിന്നീട് അതിൽ നിന്നും ദൈവം അദ്ദേഹം പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ ചരിത്രത്തിൽ ഊന്നിക്കൊണ്ടാണ് ബലിപെരുന്നാൾ ഇപ്പോൾ വിശ്വാസികൾ എല്ലാവരും തന്നെ ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. SKN.